ഈശോയിൽ സ്നേഹമുള്ളവരെ, ഒരു വസ്തു വാങ്ങാനും വിൽക്കാനും വീട് പണിയാനും ഒക്കെ ആഗ്രഹിച്ചിട്ട് നടക്കാതെ തടസ്സങ്ങൾ നേരിടുന്ന മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ. വസ്തു വാങ്ങലും വിൽപ്പനയും പലപ്പോഴും പ്രയാസമുണ്ടാക്കുന്ന ഒന്നാണ്. പ്രതീക്ഷിച്ച സമയത്ത് വാങ്ങാനോ വിൽക്കാനോ കഴിയാതെ പോകുന്നു. അതുപോലെ ഉദ്ദേശിച്ച വിലയ്ക്ക് വിൽക്കാൻ കഴിയാതെ വരുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വസ്തു വാങ്ങലും വിൽക്കലുമായി പലരും നേരിടാറുണ്ട്. ഇത്തരം നിസ്സഹായ അവസ്ഥയിൽ വചനത്തിൻ്റെ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും എളുപ്പവും എന്നാൽ ഫലദായകവുമായ കാര്യം. വളരെ ശക്തിദായകമായ ഒരു വചനമാണ് ഞാനിന്ന് പറയുന്നത്. ഈ വചനം പറഞ്ഞ് വസ്തു വാങ്ങലും വിൽക്കലുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കാര്യത്തിൽ ദൈവം ഇടപെടുക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് വിദേശത്തും സ്വദേശത്തുമൊക്കെ ഒരു വീട് പണിയാനും വീട് വാങ്ങാനും സ്ഥലം വിൽക്കാനും വീട് വിൽക്കാനും ഒക്കെ ആഗ്രഹിച്ചിട്ട് നടക്കാതെ തടസ്സം നേരിടുന്ന മക്കള് പലപ്പോഴും പ്രാർത്ഥന ചോദിക്കാറുണ്ട്. അവര് ഇനി മുതൽ ഈ വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം. യെശയ്യായുടെ പുസ്തകം 36-ാം അധ്യായം 16-17 തിരുവചനങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തം മുന്തിരിയിൽ നിന്നും അത്തിവൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കുന്നതിനും സ്വന്തം തൊട്ടിയിൽ നിന്ന് കുടിക്കുന്നതിനും ഇടവരും. ഞാൻ വന്ന് നിങ്ങളുടേതുപോലുള്ള ഒരു നാട്ടിലേക്ക്, ധാന്യങ്ങളുടെയും വീഞ്ഞിൻ്റെയും നാട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതുവരെ നിങ്ങൾ അങ്ങനെ കഴിയും. ഈ വചനം ഏറ്റുപറഞ്ഞ് ഇതിനൊപ്പം നിയോഗം കൂടി ചേർത്ത് ദൈവത്തിന് നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി മറ്റൊരു വചനം, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 37-ാം അധ്യായം 9-ാം തിരുവചനം. ദുഷ്ടർ വിച്ഛേദിക്കപ്പെടും, കർത്താവിനെ കാത്തിരിക്കുന്നവർ ഭൂമി കൈവശമാക്കും. സങ്കീർത്തനങ്ങൾ 121:8. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. ഇനി മറ്റൊരു വചനം, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 37-ാം അധ്യായം 34-ാം തിരുവചനം. കർത്താവിനെ കാത്തിരിക്കുക, അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക, ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ ആദരിക്കും. സങ്കീർത്തനം 37:22. കർത്താവിനാൽ അനുഗ്രഹീതർ ഭൂമി കൈവശമാക്കും. ഇനി മറ്റൊരു വചനം, ജെറമിയായുടെ പുസ്തകം 32-ാം അധ്യായം 15-ാം തിരുവചനം. ഈ ദേശത്ത് വീടുകളും വയലുകളും മുന്തിരിത്തോട്ടങ്ങളും ഇനിയും ക്രിയവിക്രയം ചെയ്യുമെന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. നിങ്ങളിപ്പോൾ കേട്ട ഈ തിരുവചനങ്ങളൊക്കെ അതിശക്തമാണ്. ഈ നിയോഗത്തിന് വേണ്ടി നിങ്ങൾക്ക് ഈ വചനങ്ങൾ ദിവസത്തിൽ പല ആവർത്തി ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാവുന്നതാണ്. വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. അതുപോലെ ഇന്ന് രാവിലെ ഈശോ എനിക്ക് തന്ന ഒരു വചനമായിരുന്നു കേട്ടോ. യെശയ്യായുടെ പുസ്തകം 32-ാം അധ്യായം 18-ാം തിരുവചനം. ഈ വചനം ഈശോ എനിക്ക് തരുന്നതിൻ്റെ പിന്നിൽ ഒരു സംഭവമുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറയാം. രാവിലെ ഒരു സഹോദരി എനിക്കൊരു മെസ്സേജ് അയച്ചു. ആ ചേച്ചിക്ക് അത്ഭുതകരമായിട്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു വീട് വാങ്ങാനും അതിനുള്ള ഒരു അഡ്വാൻസ് കൊടുക്കാനൊക്കെയുള്ള ഒരു കൃപ ഈശോ നൽകി എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പം മുന്നോട്ടും എല്ലാം നന്നായി നടക്കാനും ഈശോ ആഗ്രഹിക്കുന്നെങ്കിൽ ആ വീട് വാങ്ങാൻ സാധിക്കാനുമൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന് പറഞ്ഞായിരുന്നു എനിക്കൊരു മെസ്സേജ് അയച്ചത്. അപ്പം ഞാൻ ആ ചേച്ചിയോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ എൻ്റെ മുറിയിൽ വന്ന് ബൈബിൾ എടുത്ത് ഒരല്പസമയം ഈ ചേച്ചിയെ സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ഈശോയോട് പറഞ്ഞു, ഈശോയെ ഈ ചേച്ചിയോട് സംസാരിക്കണം, ചേച്ചിയുടെ നിയോഗത്തിൻ്റെ മേൽ ഈശോ ഇടപെടണം, ഈശോയ്ക്ക് എന്താണ് ചേച്ചിയോട് പറയാനുള്ളത് എന്ന് പറഞ്ഞ് ഞാൻ സ്തുതിച്ച് പ്രാർത്ഥിച്ച ശേഷം വചനമെടുത്തപ്പോൾ എനിക്ക് കിട്ടിയ വചനമാണ് ഞാൻ നിങ്ങളോടിപ്പോൾ പറഞ്ഞ യെശയ്യായുടെ പുസ്തകം 32-ാം അധ്യായം 18-ാം തിരുവചനം. വചനം ഇങ്ങനെയാണ്: എൻ്റെ ജനം സമാധാനപൂർണമായ വസതിയിൽ പാർക്കും, സുരക്ഷിതമായ ഭവനങ്ങളിലും പ്രശാന്തമായ വിശ്രമ സങ്കേതങ്ങളിലും തന്നെ. ചേച്ചി എന്തിനു വേണ്ടിയാണോ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, അതിന് വളരെ കൃത്യമായൊരു ഉത്തരം ഈശോ വചനത്തിലൂടെ തന്നു. അപ്പോൾ ഒരു വീടിന് വേണ്ടി, ഒരു വീട് പണിയാൻ, വീട് വാങ്ങാൻ ഒക്കെ ആഗ്രഹിച്ചാൽ, സ്ഥലം വാങ്ങാനൊക്കെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നവർക്കൊക്കെ ഈ വചനവും നിങ്ങൾ കുറിച്ച് വെച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് ഈ വചനവും ഈ ഒരു നിയോഗത്തിന് വേണ്ടി പറഞ്ഞു പ്രാർത്ഥിക്കാവുന്നതാണ്.
യെശയ്യായുടെ പുസ്തകം 32-ാം അധ്യായം 18-ാം തിരുവചനം. എൻ്റെ ജനം സമാധാനപൂർണമായ വസതിയിൽ പാർക്കും, സുരക്ഷിതമായ ഭവനങ്ങളിലും പ്രശാന്തമായ വിശ്രമ സങ്കേതങ്ങളിലും തന്നെ. വസ്തു വാങ്ങാനും വിൽക്കാനും വീട് പണിയാനും ഒക്കെ തടസ്സങ്ങൾ നേരിടുന്ന മക്കൾ നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കണം കേട്ടോ. ഈശോ അനുഗ്രഹിക്കട്ടെ.